അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ഗുഡ് ഈവനിങ് അഷ്കർ അലി. തുടക്കം മുതൽ തന്നെ കണക്കെത്രയാണ്, കണക്കിൽ എത്ര കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്ന മാധ്യമപ്രവർത്തകരാണ് അഷ്കർ അലി. ഇന്ന് അഷ്കർ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ RDDക്ക് കൃത്യമായ ഒരു ഉത്തരം തരാനില്ലാത്തത് നമ്മളിപ്പോൾ കണ്ടു. താൽക്കാലിക ബാച്ചുകൾ കൊണ്ട് ഒരു താൽക്കാലിക പരിഹാരമാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതിൽ ഒരു ആശ്വാസമുണ്ട്. എങ്കിൽ പോലും പൂർണ്ണ തോതിലുള്ള ഒരു പ്രശ്നപരിഹാരം ഇപ്പോഴും അകലെ നിൽക്കുകയല്ലേ അഷ്കർ? സുജയ, തീർച്ചയായും നമ്മൾ നേരത്തെ മുതൽ തന്നെ അല്ലെങ്കിൽ SSLC റിസൾട്ട് വരുന്നതിൻ്റെ തലേ ദിവസം മുതൽ തന്നെ മലബാറിലെ സ്ഥിതി പ്രതിസന്ധി, പ്രത്യേകിച്ച് അതിരൂക്ഷമായ പ്രതിസന്ധി അനുഭവിക്കുന്ന മലപ്പുറത്തേക്ക് കണക്കുകൾ സഹിതം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അന്ന് മുതൽ തന്നെ നമ്മൾ പറയുന്ന ബോധ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അപേക്ഷകരുടെ എണ്ണം വെട്ടിക്കുറച്ചുകൊണ്ട് സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് ലഘൂകരിക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമം അത് വിദ്യാർത്ഥികളോട് നടത്തുന്ന കടുത്ത അനീതിയാണെന്നുള്ള നിലപാടാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നതും. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനടക്കം മലപ്പുറത്തെ 7000-ലധികം വരുന്ന വിദ്യാർത്ഥികളെ അപേക്ഷ നൽകാൻ പോലും കഴിയാതെ നോൺ ജോയിനിങ് വിദ്യാർത്ഥികളാക്കി വെട്ടിമാറ്റുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. അതിനുശേഷം വന്ന അപേക്ഷകരുടെ എണ്ണം കണക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ സീറ്റ് അനുവദിക്കുന്നത്. ആ സീറ്റ് അനുവദിച്ചിട്ട് പോലും ജില്ലയിലടക്കം മലപ്പുറത്തടക്കം സീറ്റ് പ്രതിസന്ധി പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജില്ലയിൽ ശേഷിക്കുന്ന 9981 വരുന്ന വിദ്യാർത്ഥികൾ, അവരിൽ ശേഷിക്കുന്ന 89 സീറ്റുകൾ പരിഗണിച്ചാൽ പോലും 9900 വരുന്ന സീറ്റുകൾ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് നിലവിൽ സർക്കാർ അനുവദിച്ചിരിക്കുന്ന 120 ബാച്ചുകളാണ്. അതിൽ ഒരു ബാച്ച് സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മാനദണ്ഡ പ്രകാരം ഒരു ക്ലാസ്സിൽ ഇരിക്കേണ്ടത് 50 വിദ്യാർത്ഥികളാണ്. അതിൽ 65 വിദ്യാർത്ഥികൾ എന്നുള്ള പരമാവധി തോത് നമ്മൾ കണക്കിലെടുത്താൽ പോലും 7800 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് മലപ്പുറം ജില്ലയിൽ അവസരം ലഭിക്കുക. സ്വാഭാവികമായും 2000-ഓളം വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇനിയും ഈ അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ അടുത്ത ഘട്ടത്തിൽ അപേക്ഷ നൽകാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ട് അതിൻ്റെ എണ്ണം ചുരുക്കി കാണിക്കാനാണ് ഇപ്പോൾ വീണ്ടും സർക്കാർ ശ്രമിക്കുന്നത്. 1200-ഓളം വരുന്ന വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയിട്ടില്ല എന്നുള്ള സർക്കാരിൻ്റെ കണക്ക് അവതരണം അതിനുവേണ്ടി തന്നെയാണ്. മാത്രമല്ല, മലപ്പുറം ജില്ല കഴിഞ്ഞാൽ പിന്നെ രൂക്ഷമായ പ്രതിസന്ധി അനുഭവിക്കുന്നത് പാലക്കാടാണ്. ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷവും നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ വെട്ടിമാറ്റിയതിനു ശേഷവും 4383 വിദ്യാർത്ഥികൾക്ക് പാലക്കാട് ജില്ലയിൽ പഠിക്കാൻ സീറ്റില്ല എന്നതാണ് കണക്ക്. പക്ഷേ അവിടെ ഒരു ബാച്ച് പോലും സർക്കാർ അനുവദിച്ചിട്ടില്ല. മൂന്നാമതായി പ്രതിസന്ധി രൂക്ഷമായി അനുഭവിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കോഴിക്കോടാണ്. 2250 സീറ്റുകൾ കുറവുണ്ട് കോഴിക്കോട്. അവിടെയും ഒരു ബാച്ച് പോലും സർക്കാർ അനുവദിച്ചില്ല. സ്വാഭാവികമായും സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി അനുഭവിക്കുന്ന പാലക്കാടും കോഴിക്കോടും ഒരു ബാച്ച് പോലും സർക്കാർ അനുവദിക്കാത്തതും മലപ്പുറത്തെ പൂർണ്ണ പ്രതിസന്ധിക്ക് ഉതകുന്നതായ സീറ്റുകൾ അനുവദിക്കാത്തതും സർക്കാരിൻ്റെ അനീതി തന്നെയാണ്. അതുകൂടി പ്രശ്നം പരിഹരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം. 120 ബാച്ചുകൾ സർക്കാർ മലപ്പുറത്ത് അനുവദിച്ചതും ഇല്ലെങ്കിൽ കാസർഗോഡ് പ്രതിസന്ധി പരിഹാരമാകുന്ന ഉതകുന്ന വിധത്തിൽ തന്നെ 18 ബാച്ചുകൾ സർക്കാർ അനുവദിച്ചതും അങ്ങേയറ്റം പ്രശംസനീയമായി തന്നെ നമ്മൾ കാണുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ല എന്നതാണ് കണക്ക് വെച്ചുകൊണ്ടുള്ള യാഥാർത്ഥ്യം. മാത്രമല്ല, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പ് മറ്റ് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരം നൽകണമെന്നുള്ള ആവശ്യം നമ്മളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. അതിന് സർക്കാർ തയ്യാറല്ല. സ്വാഭാവികമായും അത്തരം നിയമ നടപടികൾ സർക്കാർ തയ്യാറാത്തതുകൊണ്ട് വീഴ്ചയുണ്ട് എന്ന് മലപ്പുറം RDDക്ക് പോലും തുറന്ന് സമ്മതിക്കേണ്ടി വന്നു എന്നതാണ്. മാത്രമല്ല, നോൺ ജോയിനിങ് വിദ്യാർത്ഥികളെ വെട്ടിമാറ്റിയതുകൊണ്ട് അപേക്ഷയുടെ എണ്ണം അല്ലെങ്കിൽ സീറ്റ് പ്രതിസന്ധിയുടെ എണ്ണം അത് പകുതിയായി കാണിക്കാൻ സർക്കാർ സാധിച്ചു എന്നത് വ്യക്തമാണ്. പക്ഷേ അത്രയേറെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ നൽകാതെ മാറ്റി നിർത്തിയത് ആ വിദ്യാർത്ഥികളോടുള്ള അനീതിയാണ്. അല്ലെങ്കിൽ അവർക്കടക്കം അവസരം നൽകണമെന്നുള്ള ആവശ്യത്തിനും മലപ്പുറം RDDക്ക് ഇന്ന് നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സമ്മതിക്കേണ്ടി വന്നു എന്നതാണ്. VHSCയിലടക്കം മറ്റ് സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുമ്പായി ട്രാൻസ്ഫറിനുള്ള അപേക്ഷ നൽകുന്നു. നോൺ ജോയിൻ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ അവസരം നൽകുന്നു. ഈ അവസരമൊന്നും തന്നെ പക്ഷേ HSCയിലുള്ള വിദ്യാർത്ഥികൾക്ക് നൽകാതിരിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് പറയുമ്പോൾ അതിനും ഉത്തരമില്ലാതെ തല താഴ്ത്തിയിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഓഫീസർമാർ എത്തി എന്നുള്ളതാണ് ഏറെ കഷ്ടം. പക്ഷേ അത് നയപരമായ തീരുമാനമെടുത്ത് അതിൻ്റെ തിരുത്തേണ്ടതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം അത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കുമാണ്. ആ നിലപാട് തിരുത്തേണ്ടത് തന്നെ വേണം. ഇപ്പോഴും ഈ സീറ്റ് പ്രതിസന്ധി പരിഹരിച്ച് അധിക ബാച്ചുകൾ അനുവദിച്ചാൽ പോലും അതിലേക്കുള്ള 2ാം ഘട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തിയാൽ പോലും പുറത്തുപോയ വിദ്യാർത്ഥികൾ, അപേക്ഷിക്കാൻ കഴിയാതെ പോയ വിദ്യാർത്ഥികൾ, അൺഎയ്ഡഡിലടക്കം താൽക്കാലിക അഡ്മിഷൻ നേടി പിന്നീട് മെറിറ്റിലേക്ക് മാറണമെന്ന് ആഗ്രഹിച്ച വിദ്യാർത്ഥികൾ, ഈ വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ഇത്തവണയും അവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് ഉൾക്കൊള്ളുകയും വേണം. സുജിയ. അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. തുടർച്ചയായി കണക്കുകൾ സർക്കാരിന് മുന്നിൽ ആവർത്തിച്ചു വെച്ചേക്കൊണ്ടേയിരുന്ന അഷ്കർ അലിയാണ് നമുക്കൊപ്പം തത്സമയ വിവരങ്ങളുമായി.